ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ കാര്യപ്പെട്ട പണി എന്താ നോക്കാം. മറ്റൊന്നുമല്ല, രാവിലെ തന്നെ ഇതാ നല്ല ഫിഷ് കട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പ എല്ലാ ജോലികളും ചെയ്യുന്നതിനുള്ളൊരു തെളിവ് കൂടിയാണ് കേട്ടോ ഇത് കാണാൻ കഴിയുന്നത്. കാരണം ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനത്തെ ജോലികളൊക്കെ അതും ചെയ്യും. കണ്ടില്ലേ, ഈ രീതിയിലുള്ള ഫിഷ് കട്ടിങ് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉപ്പ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിട്ട് അത് ശരി. അപ്പൊ ഇത് വാങ്ങാൻ ഫിഷ് എന്ന് വെച്ചാൽ ഉപ്പാക്ക് ഭയങ്കര ജീവനാണ്. പേരെന്തിപ്പാ? ഹാമൂർ. അപ്പൊ അറബികളൊക്കെ ഇതുകൊണ്ട് ഹാമൂർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. അപ്പോ എന്തായാലും ഉപ്പൻ ഇത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഹാമൂർ ബിരിയാണി വെച്ചാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തൊക്കെ തന്നെ ഇതെന്താ ഫ്രൈ ചെയ്യാനും കറി വെക്കാനേക്കാറല്ലേ? ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഉപ്പാൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആണുങ്ങൾ എത്ര ജോലി ഉള്ളവരാണെങ്കിലും പൈസ ഉള്ളവരാണെങ്കിലും വീട്ടിലിങ്ങനെ ഭാര്യമാരൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യൂട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ കുടുംബത്തിൽ തന്നെ ഈ ഉപ്പാന്റെ ഫാമിലിയിൽ പെട്ട എല്ലാവരും, അതായത് ഞങ്ങളെ ഇല്ല അങ്ങനെ പൊതുവെ അത് ഒന്നാമത് എന്താന്ന് വെച്ചാല് ഇവിടെ ഞങ്ങളെ വല്യമ്മക്ക് പെൺകുട്ടികളില്ലായിരുന്നു. അപ്പൊ ആൺകുട്ടികളാണ് ഈ ഉമ്മമാരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. കാരണം എത്ര 9 ആൺകുട്ടികളോ എത്രയാണിപ്പാ? 7. 10 ഉണ്ടായിരുന്നല്ലോ മൊത്തത്തില്. മൊത്തത്തിൽ 10 കുട്ടികളിൽ 10ാമത്തെ മോനാണ് ഉപ്പട്ടാ. പക്ഷെ ഉപ്പക്ക് അധികം പണിയൊന്നും വന്നിട്ടുണ്ടാവില്ല. ജ്യേഷ്ഠന്മാരായിരുന്നു പത്തിരി വരത്തലും അരി എടുക്കലും അരക്കലും മൂത്താപ്പാരൊക്കെ കേട്ടോ. ആ ഒരു ഇത് ഉപ്പാക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പം ഇങ്ങനെ ഫിഷ് കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാണ്. ഒരുവിധം ക്ലീനിങ്ങും എല്ലാം ചെയ്യും കേട്ടോ. എന്തൊക്കെ തന്നെയാലും ഇതുണ്ടാവും. രാവിലെ തന്നെ വന്ന കാഴ്ച കണ്ടപ്പോൾ കാഴ്ച തന്നെ. അപ്പോൾ ഉമ്മ ഇവിടെ ദോശ ഇടുകയാണ്. ദോശയും മീൻകറി ആക്കാനാണ് പ്ലാനിങ്. മീൻ ഫ്രഷ് കുറച്ച് പൊറാട്ടയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ജോലി ഇതാണ്. ഹാമൂറല്ലപ്പാ. പിന്നെ വേറെ മീനുണ്ടല്ലോ, കൂന്തളോ? മൂത്ത പേരക്കുട്ടിക്ക് കൂന്തൽ ഇഷ്ടമായതുകൊണ്ട് മീന് മറ്റൊന്നും കഴിക്കൂല. അപ്പൊ ഉപ്പാന്ന് വെച്ചാൽ ഒരു ഫിഷ് പ്രിയനാണ്, മീൻ പ്രിയനാണ് തന്നെ. ഉപ്പാക്ക് ഇറച്ചിനോടും ചിക്കനോടും അല്ല താല്പര്യം. ഈ സൈസുള്ള മീനുണ്ട് കാണും ഉപ്പാക്കുണ്ട് പെടപെടക്കും. അത് എവിടെ കണ്ടാലും എടുക്കും. നമുക്ക് ഫ്രിഡ്ജില് ഒരു മീനിന്റെ ഒരു ചാകരുണ്ട്, പോയോട്ടെ പോട്ടപ്പാ. അപ്പൊ ഗൈസ് ഫ്രിഡ്ജിലേക്കൊന്ന് ഞാൻ ഇന്നലെ വന്നപ്പോ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പൊ എന്താ ഇതിലൊക്കെ മീൻ തന്നെ, ഓരോ ഐറ്റംസിൽ ചിക്കൻ ഉണ്ട്. പക്ഷെ ഈ ഇങ്ങനെ മീൻ കാണുമ്പോ അപ്പൊ ഇങ്ങനെ വാങ്ങിക്കൂട്ടിട്ടോ. ഇത് ബീഫാണ്. അതെന്താ ഇതിന്റെ ചിക്കൻ. അപ്പൊ ഈ ഒരു ഇതൊന്നും പക താല്പര്യമില്ല. പക്ഷെ ഈ ടൈപ്സിലുള്ള മീനൊക്കെ കാണുമ്പോൾ എന്നും ഉണ്ടാവും ഓരോ ഐറ്റംസ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചിക്കൻ എന്തൊക്കെ ആവുമ്പോ ഉപ്പാക്ക് ഇഷ്ടം മീനാണ് എപ്പോഴും. ആക്കിച്ചോ. അപ്പൊ രാവിലത്തെ ജോലി ഇതാണ് കേട്ടോ. രാവിലെ എന്താ വണ്ടിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം ഇവിടെ ടയറ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരുവിധം ജോലികളൊക്കെ ചെയ്യും അല്ലേ? ചെയ്യിക്കുന്നതല്ല, ഇതൊക്കെ ഇപ്പം ഉപ്പാൻ്റെ ഇഷ്ടത്തിനല്ല ചെയ്യണം കേട്ടോ. അല്ല നമ്മളാരും ചെയ്യിക്കുന്നില്ല. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അല്ലപ്പാ. ഇപ്പാക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ചൂടുള്ള ദോശയുടെ കൂടെ നല്ല ചൂടുള്ള മീൻകറിയെ കൂട്ടി കഴിച്ചാലല്ലോ സ്വീകാരല്ലേ? ബീഫ് ഫുഡ്. ഓക്കെ. അപ്പൊ ഉപ്പാന്റെ ആളുകളോടെ കരയുന്നുണ്ട്, പോയി നോക്കുക. ഉപ്പാനെ കാണാത്ത കോഴിക്കള് കരയാണ്. കോഴി കണ്ടോ, കൊറേ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കുറച്ച്. ഇപ്പൊ ഫുഡ് കൊടുത്തിട്ട് കേറിയിട്ടേ ഉള്ളൂ. പിന്നെ അകത്തത്തെ പണിക്ക് വന്നത്. കുഞ്ഞോനെ എനിക്കറിയടാ ഈ ഫിഷ് കട്ടിങ് ഒക്കെ? അല്ലജും ചെയ്യുകയൊക്കെ ചെയ്യൂലേ? അല്ല പക്ഷെ എന്താന്നോ, അപ്പൊ നമ്മള് മുസ്ലിന്തങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഇതിപ്പോ ഈ വണ്ടിക്കാരത്ത് നിന്ന് വാങ്ങുമ്പോ അല്ല, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോ കട്ട് ചെയ്ത് കിട്ടൂലേ? ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ കട്ട് ചെയ്യാതെ എന്താ കിട്ടാൻ കാരണം?
അല്ല സാധാരണ കട്ട് ചെയ്ത് തരുമല്ലോ. ആദായത്തിൽ ഇപ്പൊ നല്ല മീനിന്റെ സീസണാണ്. ശരി. അപ്പൊ എല്ലാ മീനും വണ്ടിക്കാർക്ക് സുലഭമാണ്. നല്ല വില ഒക്കെ ഉണ്ടാവുമല്ലോ. ശരി. ഓക്കെ. അപ്പൊ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതെന്താണ് മറ്റേ ക്യാപ്സിക്കം പോലുള്ള കുപ്പികള്, ഇതെന്താ സംഭവം? മൈജീനോ? ഇങ്ങനത്തെ ഈ സ്പൈസസ് ഒക്കെ 129 6 കിട്ടിയോ? ശരി. 3 സെറ്റിന് 129. കുഴപ്പമില്ലല്ലേ, കാണാൻ ഭംഗിയുണ്ടല്ലേ? ഇങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇട്ടൊക്കെ. ശരി, കുഴപ്പമില്ല. അത് ശരിക്കും ഒരു ക്യാപ്സിക്കം തന്നെയല്ലേ? ശരി. ഇത് ക്യാപ്സിക്കല്ല, ഇത് ക്യാപ്സിക്കത്തിന് അതേ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇത് പൊട്ടണ കുപ്പിയാലപ്പാ. ഇപ്പൊ തുടങ്ങും. ഇന്റെ എത്ര അപ്പൊ ഗൈസ് ഞാനേ അപ്പൊ പല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ചും കൂടി ആൾക്കാരുണ്ട്. കുറച്ചും കൂടി വേണ്ട 10-400 ആൾക്കാരും കൂടി ഹെൽപ്പ് ചെയ്താല് നമുക്ക് ഒരു അതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും പൈസ കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മുഴുവൻ പൈസ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ പൈസ ഉണ്ട് ഇപ്പൊ പറയണത്. എന്തൊക്കെ തന്നെയായാലും വെറുതെ ഒന്നല്ല. അതന്നെ. അല്ല ഓർക്ക് നമ്മള് നല്ല അടിപൊളി വീഡിയോസ് കൊടുക്കണില്ല. നല്ല ഫിഷ് കട്ടിങ് പോയിക്കണ ഓർമ്മയില്ല. പോയിക്കണേ ആ ഫിഷ് മാർക്കറ്റിനോ. ഇപ്പൊക്കെ ടീഷർട്ട് ഇട്ട് നല്ല രസമുണ്ട്. രസല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇപ്പൊക്കെ മോനും കൊണ്ടുപോയിരുന്നില്ല, എല്ലാ സാധനം കൊണ്ടുവന്നിട്ടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുതന്നെ ഞാൻ ഇത് മെഹറാൻട്ടാണ്. മെഹറാൻ 22 അതെന്താ കീശകള് നോക്കി എടുത്താപ്പാ. കീശ ഇല്ലാത്ത കൊറേ ഉണ്ട്, പക്ഷെ കീശുള്ള തെരഞ്ഞു പിടിച്ചെടുത്താണ്. അതല്ല ഉണ്ടാവുമ്പോ ഒരു സുഖം അല്ലേ? ഇല്ല അതിന് കിട്ടണില്ല. കീശ ഉള്ളതേ ഇല്ല. അപ്പൊ ഗൈസ് ഇതാട്ടോ ഇരുമ്പ് ചട്ടിയിൽ നല്ല ദോശയാണ്. ഇരുമ്പ് ചട്ടിയിൽ നല്ല ദോശ ഇടുമ്പോ ഇപ്പൊ പലരും നോൺ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യല്, പക്ഷെ ഇതിലാകുമ്പോ പ്രത്യേകമായിട്ട് രസമാണ്. ഇത് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ? കുഞ്ഞോളെ കൂന്തൽ എടുത്തോന്നെ കൂന്തൽ എടുത്തോ. രാവിലത്തെ തിരക്കുണ്ട് അടുക്കളയത്തെ. അപ്പൊ കാര്യമായിട്ട് ഹെൽപ്പിങ് ഉപ്പ ചെയ്യുന്നോണ്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് എടുത്തോ. കൂന്തൽ എടുത്തോ കുഞ്ഞോളെ. ഇങ്ങനത്തെ ഒരു ഉപ്പാന കിട്ടിയിട്ട് എനിക്ക്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മരുമകൾ കൂന്തളുമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ കൂന്തൽ. ഇപ്പൊ വലുതാ? കൂന്തൾ ഉപ്പ മുറിച്ച് തരാന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നല്ല ചെറുതാക്കി വെട്ടണം. എന്തിനാ അറിയോ? എന്തിനാ? കോഴി, കാക്ക, അതുപോലെ കോഴിക്കും കാക്കൊക്കെ ഉള്ളത്. അപ്പൊ എനിക്കിത് ഉമ്മ ഇങ്ങനെ ചൂടുള്ള ദോശ ഇട്ടിരുന്ന് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം ഒന്ന് മടക്കി തിന്നാലോ. പണ്ടത്തെ മോഡലേ. പണ്ടൊക്കെ ചെറുപ്പത്തിൽ നല്ല രസമില്ല ഇങ്ങനത്തെ ഒരു ദോശ. അതിങ്ങനെ ചൂടോടെ തിന്നുമ്പോ ഭയങ്കര രസമാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ കാണാ നല്ല രസാട്ടോ. ഇത് പണ്ടത്തെ ഒരു ഓർമ്മയാണ്. കറിയൊന്നും ഇല്ലാതാ അങ്ങനെ കഴിക്കുമ്പോ. പിന്നെ മീൻകറിയെ കുട്ടി കഴിക്കുമ്പോ കുറച്ചുണ്ട്. ഉമ്മാണെങ്കിൽ ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ ചുട്ടിടുന്നുണ്ട്. നല്ല എനിക്ക് കൂന്തൽ കറി. അപ്പൊ ഈ ഒരു വലിയ പേരക്കുട്ടിക്ക് മീൻ പറ്റൂല അറിഞ്ഞില്ല. ഇതൊക്കെ ഇപ്പൊ പൂച്ചക്കുള്ളതാ. ഇപ്പൊ ഇതൊക്കെ പൂച്ചാക്കും കണവേ കൂന്തളല്ലേ? അതും പറയും. തൃശ്ശൂർ കണവയാണ്. കണവ കാക്കും പൂച്ചക്കുള്ള ഫുഡാണ്ടത്. ഈ മഴയൊക്കെ ആവുമ്പോഴേ
മഴയൊക്കെ ആകുമ്പോ വിശക്കും. അപ്പൊ അവർക്കുള്ള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. കുഞ്ഞോളപ്പത്തിന് ഇവിടെ എന്തൊക്കെയാ കൂട്ടാണ്ടാക്കുന്നുണ്ട്. ആ ബീഫ് ഒന്ന് റെഡിയാക്കുക. അപ്പൊ അവർക്കുള്ളത് കഴിഞ്ഞത് പൂന്തള. ഈ സാധനം ഉണ്ടാവും. അപ്പോൾ കൂന്തലിലെ തല കിടക്കണം. അതിനുള്ളിൽ ഒഴിവാക്കണം. ഒരു കല്ലാണ്. അപ്പൊ ഇവിടെ കിച്ചണിൽ കണ്ടൊരു സംഭവം ഉണ്ട്. ഇത് എന്താ സംഭവം? ഈ ലൈറ്റർ അതുപോലെ തന്നെ കത്തിയൊക്കെ വെക്കാനുള്ള മാഗ്നറ്റ് അല്ലേ? ഇതിങ്ങനെ കത്തിയൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താ പറയാ കിട്ടാനൊക്കെ വേഗം എടുത്ത് വെക്കാനും നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ ഗൈസ് നമ്മളെ കിച്ചണൊന്ന് റീമേക്ക് ചെയ്യാൻ അയക്കണം കേട്ടോ. കാരണം കുറച്ചൊക്കെ ഒന്ന് കുറച്ച് മുമ്പ് അയക്കണമെന്ന് റെഡി ആക്കിയിട്ട് അതുകൊണ്ടാണ് ഇനിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കും. അപ്പൊ നമ്മളെ കിച്ചണിന് കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ ഇതാ ഭരണിയില് കല്ലുപ്പിട്ടാൽ നല്ല വർക്കത്താണെന്ന് ഉമ്മ പറഞ്ഞോണ്ട് ഇപ്പൊ ഇന്നും സ്ഥിരമായിട്ട് ഭരണിയില് കല്ലുപ്പിട്ട് വെക്കാണ്. അപ്പൊ വർക്കത്ത് അപ്പൊ മീനൊക്കെ കണ്ടില്ല. എത്ര മീനാ അതന്നെ വർക്കത്ത്. അപ്പൊ മോളും ചെറിയ സുന്ദരിയായ മകളും അതിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. സുന്ദരി മോള് എന്നാണ് ഇപ്പൊ ഓളെ വിളിക്കല്. അതൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഓളത് പോലെ ഓളാ മീന് കുറുക്കിയായിരുന്നു ഉപ്പാന്റെ ഒപ്പം. അല്ല കൂന്തളിന്റെ മേലത്തെ സംഭവങ്ങളൊക്കെ കളയണ്ടേ? അതൊക്കെ പക്ഷെ സുന്ദരിക്ക് കുറച്ച് ചുണ്ടി കൂടുതലാണ്. കുറച്ചല്ല കൊറേ. ചൂടാവും. അപ്പൊ നിങ്ങളെ വലിയ പേരക്കുട്ടിക്കോ? ഓരോരുത്തർക്കും തൊള്ളിൽ കഴിയിട്ടാ കഴിക്കൂല. വലിയ പേരക്കുട്ടി ഇപ്പൊ കുറച്ച് ഒരു പാവായിക്കോട്ടെ. അതിന്റെ ഇടയിലാണ് കുറച്ച്. അല്ല ഓള് ചെറുപ്പത്തിൽ എന്താ പറയാ അവള് റൂമിലിട്ട് വായിലടിച്ചു. അത് ഞാൻ ചവിട്ടി പൊളിച്ചു വായില്. ആര്? അവ രണ്ടെണ്ണം കൊടുത്ത. അപ്പൊ ഞാനല്ലേ കിട്ടിയത്. എനിക്ക് ചെറുപ്പത്തിൽ നല്ല അടിയിട്ടിരിപ്പ. അപ്പൊ നമ്മുടെ ഉപ്പയുടെ മീൻ ഫിഷ് കട്ടിംഗ് ഒക്കെ ഏകദേശം അവിടെ കഴിഞ്ഞു തുടങ്ങണേ. എന്നാൽ നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടാ. ഇനിയിപ്പോ കിച്ചണിന്റെ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ്. ഇപ്പൊ അവനെന്തേലും പറയണ്ട എല്ലാരോടും? സബ്സ്ക്രൈബ് ആവുന്നില്ല. മാണേ ചെയ്താ മതി അല്ലേ? ആ ആയിക്കോട്ടെ. ചെയ്ത പൈസ അല്ലോ. ഉപ്പാന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ എന്നിട്ടാ പറയണത്. എന്തായാലും ഓക്കെ. നമ്മുടെ ഉപ്പയുടെ കിച്ചൺ ഡ്യൂട്ടിക്ക് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ കുഞ്ഞോൾ ഇവിടെ ബീഫ് എന്തോ ചില്ലി എന്തോ ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പ ഫിഷ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുന്നാരമോൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച് അവന് വീണ്ടും ഒരു ഇതുപോലുള്ളൊരു ഇതിലൊക്കെ ഇറങ്ങേണ്ടി വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നോക്കിയിരിക്കും. കാരണം മൂപ്പര് വിദേശത്തല്ലേ. അവിടെ ഇനിയിപ്പോ കട്ട് ചെയ്ത് കിട്ടല്ലേ അല്ലേ? അപ്പൊ നമ്മളെ മുസ്ലിം തങ്ങൾക്ക് പ്രത്യേകമായിട്ട് മുസ്ലിം തങ്ങളോട് എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക്? നിങ്ങൾ വീട് എവിടെ ചോദിച്ചിരുന്നു? എന്ത് സാധിക്കില്ലേ? അപ്പൊ നമ്മുടെ കൂന്തള കണ്ടില്ല ഫ്രഷ് റെഡി ആയി വന്നിട്ടുണ്ട്. ഓൺലൈനിലോ? അത്ര തിരക്കാല്ലേ? മുസ്ലിം തങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടോ? ഭയങ്കര ബിസിയാണ്. എന്നാൽ ശരി മക്കളെ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.